നമ്മളിങ്ങനെ ഈ പട്ടീനൊക്കെ ഇവിടെ ട്രെയിനിങ്ങിന് വരുമ്പോ നമ്മളെ മറന്നങ്ങനെ പോവാന്ന് ഇവൻ നോർമലി അടിക്കുകയൊക്കെ ചെയ്യും. പോണെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒരു വിഷമം. ഇനി സിദ്ധു വിടണ്ടെന്നാണ് രാവിലെ പറഞ്ഞത്. ചേട്ടൻ ഇപ്പൊ നമ്മുടെ ജർമ്മന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പഠിപ്പിച്ച് എന്തോ ഒരു സാധനം ഇതാണ് അറ്റാക്ക് ചെയ്യണ പഠിപ്പിച്ച ചേട്ടൻ വല്ല ബോംബൊക്കെ പിടിപ്പിച്ചോണ്ടാ മോളിയ നറുട്ടോ. നീ എന്താ സുത്തു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായത്? ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ഇവന്റെ വർത്താനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവന് ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തിരി സാഡ് ആയിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല പല ഘട്ടങ്ങളുണ്ടെന്ന്. ഇപ്പം നമ്മുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ഏജൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ടൊക്കെ പോകും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ചിലവർ ചിലപ്പോൾ ദൂരത്ത് എവിടെയെങ്കിലും പോയാൽ വേറെ ജില്ലയിലോ അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തൊക്കെ പോയി പഠിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോൾ എന്തുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ട്രെയിൻഡ് ആകും. അതേപോലത്തെ ഒരു ഡേ ആണ് ഗൈസ് ഇന്ന്. പക്ഷെ ഈ കൂട്ടത്തിലുള്ള ആരുമല്ല നമ്മളിന്ന് പോകുന്നത്. മറിച്ച് നമ്മുടെ ചങ്കുപടിയായ നറൂട്ടോ ബോയിനെ നമ്മളിന്ന് ഉപരിപഠനം അഥവാ നമ്മൾ ബോർഡിംഗ് സ്കൂളിലോട്ട് ആക്കാൻ പോവാണ്. കാരണം അവർ ഇത്തിരി അനുസരണ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ചുമ്മാ ഓടി ഒന്ന് കടിക്കുവാണ് തേണ്ടി പട്ടി. അങ്ങനല്ലടാ പാവപ്പെട്ട ഇറക്കൻ ഇപ്പൊ ഒരു 5-6 മാസം കഴിഞ്ഞ അവന്. അപ്പം അവന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവൻ ഓടി ഇടന്ന് വെച്ചാൽ അവിടെ നിന്ന് കടിക്കണം. അപ്പം നമ്മളെയൊക്കെ തന്നെ പതിയൊക്കെ കൊച്ചൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കടിക്കാൻ വരുന്നത്. പിന്നെ സിറ്റെന്ന് പറഞ്ഞാൽ അധികം സിറ്റത്തൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോഗ് എക്സ്പേർട്ടിൻ്റെ അങ്ങോട്ട് പുള്ളിക്കാരൻ പോലീസ് കണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് വിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നാറൂട്ടോനെ അതേ വണ്ടിക്കകത്തൊക്കെ നമ്മൾ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. നാറൂട്ടോക്ക് അറിയത്തില്ല നമ്മളിവനെ ഇനി 1 മാസം കഴിഞ്ഞാൽ കാണാൻ പറ്റത്തുള്ളൂ. നാറൂട്ടോ പാവം ഒന്നും അറിയാണ്ട് ഇവിടെ ഇരിക്കുക. നാറൂട്ടോ എല്ലാം അറിയുന്നുണ്ടാണ്. നിന്നെ ഞങ്ങൾ കൊടുക്കാൻ പോവാ. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എനിക്ക് പറയാനുള്ളത്? നരുട്ടോ പോയിട്ട് അനുസരണൊക്കെ പഠിച്ച് നല്ല അടിപൊളി കുഞ്ഞു ആവായിട്ട് വരട്ടെ. തിരിച്ച് അനുസരണ ഉള്ള ഒരു കുട്ടിയായിട്ട് വരട്ടെ. മമ്മി കൂൾ. എനിക്ക് പൊതുവെ പട്ടീനെ ഇഷ്ടമല്ല. പണ്ടത്തെ നമ്മുടെ ചത്തുപോയ പട്ടി പാവായിരുന്നു. പക്ഷെ അതിനെപ്പോലെ എനിക്ക് എന്തോ ഇഷ്ടമല്ല. പക്ഷെ ഈ കുറച്ചാളായിട്ട് കണ്ട് ഞാൻ എപ്പോഴും ഒരു അകലത്തിലേ നിർത്തോളൂ. എൻ്റെ അടുത്തോട്ട് വരാതെ സമ്മതിക്കത്തില്ല. പക്ഷെ അതിനെ കണ്ട് ഇന്ന് കൊണ്ടുപോകണം. ബോർഡിങ്ങിലാക്കാൻ പോയിരുന്നു ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒരു വിഷമം. ഇനി സിദ്ധു വിടണ്ടെന്നാണ് രാവിലെ പറഞ്ഞത്. വേണ്ട എനിക്ക് ഇഷ്ടമാണെന്നേ അവനെ കടിക്കുമെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അവനെ. എന്താണ് മുത്തേ പറയാനുള്ളത്? എനിക്കും പേടിയാണ്. ഏറ്റവും കൂടുതൽ പേടിയുള്ളത് കേട്ടോ. ബൈ ബൈ. പോയിട്ട് വാ. 1 മാസം കഴിഞ്ഞ് വേട്ടാ. പോണവഴിക്ക് വിശന്നിട്ട് കിടുക്കൻ കാളാഞ്ചിക്കൂട്ട് ഫുഡ് അടിച്ചു കേട്ടാ. പൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? വേറെ നല്ല വെള്ളം ഉടുപ്പിട്ട മാത്രം എന്തെങ്കിലും കറയോ എന്തെങ്കിലും ചെളിയോ എന്തെങ്കിലും അഴുക്ക് പിടിക്കുന്ന ഇത് കണ്ട സ്വത്തു. ഞാൻ ശരിക്കൊരു കാര്യം പറയട്ടെ, ശരിക്കും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. സത്യം. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സലാം 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 സലാം. എടി ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടാ. ക്യൂട്ടായിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സുന്ദരിയായിട്ടുണ്ട്. നീ എന്താ സുത്തു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായത്? എടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, നീ ലോകത്തിലെ ഏറ്റവും സുന്ദരിയാ എന്റെ കണ്ണിൽ നോക്കുമ്പോ. സത്യമായിട്ടു ഇത് ക്രിഞ്ചായിട്ട് നിനക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിട്ട് പറഞ്ഞു. എനിക്ക് എന്തായാലും നിന്നെ ഭയങ്കര എന്താ പറഞ്ഞു, നിന്നെ ഭയങ്കര സുന്ദരിയായിട്ട്. ഭയങ്കര ബഹളം വണ്ടിക്കകത്ത് ഇരുന്നിട്ട് കൊരക്കൊക്കെ ചെയ്യണ്. അപ്പതേ ലീഷായിട്ട് ഒരാൾ നടന്നത് റോട്ടിൽ കൂടെ നടക്കാതെ പാവ എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കറങ്ങാനൊക്കെ വരുന്ന പോലത്തെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അറിയത്തില്ല. ജ്യൂസൊക്കെ വാങ്ങിച്ച് പറ്റിക്കുന്ന പറഞ്ഞിട്ട് കൊണ്ടുവന്നാട്ടാ. മലയാളം പറയാണ്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഒന്നും കിട്ടത്തില്ല. ഞാനങ്ങ് പക്ഷെ അതല്ല എന്റെ മലയാളം പൊട്ട മലയാളം. നിന്നെ പോലെ കറക്റ്റായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ആംബിയൻസ്, നല്ല രസമുണ്ട്. അവരേതോ കാട്ടിലോട്ടൊക്കെ പോയി. കാടല്ല പറമ്പ്. നീ പോണവിടുന്ന്. നിനക്ക് അച്ഛന്റെ ഭാഷ പോലും പറയാൻ അറിയത്തില്ല. നിനക്ക് മലയാളിക്ക് മലയാളം പറയാൻ അറിയാം. അത് പോയിട്ട് ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ഇവന്റെ വർത്താനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവന് ക്ലാരിറ്റി ഇല്ല. നീ എന്തെങ്കിലും പറഞ്ഞേടാ അത് കേക്കട്ടെ. ക്ലാരിറ്റി ഇല്ലെന്ന് പറയുമ്പോ വെള്ളക്കറ. അച്ഛന്റെ പേരെന്തുവാ? എന്റെ അച്ഛന്റെ പേര് നിനക്ക് അറിയത്തില്ലടാ. നല്ല രസമുണ്ട് കേട്ടാ.
നല്ല കളർ അവിടുത്തെ മരത്തിൽ. പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ദേ ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ജയരാജ്. ചേട്ടൻ അപ്പൊ എന്ത് വരുന്നു നേരത്തെ? ഞാൻ കേരള പോലീസിന്റെ ഡോസ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 25-28 വർഷത്തോളം ഡോസ് സ്കൂളിലായിരുന്നു. കഴിഞ്ഞിടയ്ക്കൊരു 8 വർഷത്തോളം UAE റാസോഖേമ പോലീസിന്റെ ഡോസ് സ്കൂൾ ട്രെയിനറായിട്ടുണ്ടായിരുന്നു. 2007 തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് വീണ്ടും ഡോസ് സ്കൂളിലായി. 23 റിട്ടയറായി. ഇവിടെ അപ്പൊ എപ്പോഴും ഡോഗ്സ് ഒക്കെ വരുവാ ട്രെയിനിങ്ങിനൊക്കെ? ഒത്തിരി ഇല്ല, കുറച്ച് ഡോഗുകളേ ഉള്ളൂ. ഒത്തിരി എണ്ണം എടുക്കുന്നില്ല. ഇവിടെ ചേട്ടന് സ്വന്തമായിട്ട് ഡോഗ് ഉണ്ടോ? സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഒരു പോമറേറ്റ് പോയി. ചെടി ഇഷ്ടം പോലെ ഉണ്ട്. ചേട്ടാ പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേരെന്തുവാന്ന്? പനച്ചിക്കാടല്ലേ? ഓക്കെ. ഞാൻ ഞങ്ങളുടെ നമ്മുടെ സ്വത്തിന്റെ ഒക്കെ ഒരു കസിൻ വഴിയാണ് ഞങ്ങളുടെ ചേട്ടനെ പരിചയപ്പെട്ടത്. എന്തായാലും ചേട്ടനെ നമ്മുടെ ചെറുക്കനം പൊന്നു പോലെ നോക്കണം. അവന്റെ പേരെന്ന് പറഞ്ഞാൽ നറൂട്ടോ എന്നാണ്. ജാപ്പനീസ് അനിമേ ക്യാരക്ടറിന്റെ പേര്. അടിപൊളിയായിട്ട് നോക്കിയേക്കണം. അതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ചെറുക്കം വിഷയമായിരിക്കണം. ചേട്ടൻ എല്ലാ കഴിവുകളും അവനെ കാണിച്ചു കൊടുക്കുക. ശരിക്കും പറയാൻ ട്രെയിനിങ് ഒരു മാസം എന്ന് പറയുന്നത് പീരീഡ് ഒന്നുമല്ല. നമ്മളിപ്പോ എല്ലാവർക്കും സാമ്പത്തികത്തിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷോർട്ടാക്കി ഒരു മാസം ചെയ്യുന്നതാണ്. ഇവിടെ ആൾക്കാർ എന്തിനൊക്കെയാണ് പോലീസിലെ ഡോഗിന് ഒരു 9 മാസം ട്രെയിനിങ് ആണ് ഒരു ഡോഗിന്റെ ട്രെയിനിങ്. അപ്പൊ അതിനകത്തൊരു ബേസിക് ഒബീഡിയൻസ് മാത്രം ചെയ്യുന്ന ഒരു 3 മാസം കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ സാധനങ്ങളാണ് ഇപ്പൊ നമ്മള് എന്നാ പറയുന്നത് ഈ ഒരു മാസം കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നിന്നെ ഞാൻ ഉപരിപഠനത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി 1 മാസത്തേക്ക് നീ ഇവിടെ ആയിരിക്കും. അവനിങ്ങനെ പതിയെ കടിക്കുമെന്നേ. പതിയെ ബിസ്ക്കറ്റ് 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 ബിസ്ക്കറ്റ്. ഇങ്ങനെ വേറെ അങ്ങനെ പട്ടികളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ വേറെ പട്ടികളായിട്ടൊന്നും അങ്ങനെ പോകാറില്ല. ഈ വീട് മൊത്തം കാടും കുറെ ചെടികളൊക്കെയാണ്. ഇത് പിടിച്ച സഞ്ജു ആക്ച്വലി തരുൺ ഇത്രയും നാളായിട്ട് ഇങ്ങനെ കൂട്ടി കിടന്നിട്ടേ ഇല്ല. നിന്നെ ജയിലിൽ കയറ്റുവാ? ഇല്ല, ഞാൻ ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൂട്ടിലൊന്നും കിടന്നിട്ടില്ല. ഏത് നേരം റൂമിലും അതേപോലെ വീടിന്റെ ഹോളിൽ അവിടെയൊക്കെയാണ് കിടന്നിട്ടുള്ളത്. അവനെ വലിച്ചിട്ടെ. അതല്ലേ ചേട്ടൻ നറുട്ടോ നറുട്ടോ നിന്റെ അങ്ങനെ പഠനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിന്നെ 1 മാസം കഴിഞ്ഞിട്ട് കാണാൻ കേട്ടാ. നിന്നെ നല്ലപോലെ നോക്കിക്കോളൂ. വേണ്ടോ അകത്തേറിന്റെ വിഷമാണ്. ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തിട്ട് കഴിക്കുന്നില്ല. ഇത് ശരിക്കും എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഭയങ്കര സ്നേഹമാണ്. നമ്മളിപ്പോ ഞങ്ങൾ പഠിപ്പിച്ചേക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് 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 എന്ന് പറഞ്ഞപ്പോ ഓടി നമ്മുടെ അടുത്തോട്ട് വരും. അപ്പൊ ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കൊടുക്കുന്ന സമയമാകുമ്പോൾ അവൻ അറിയാം. അപ്പൊ അവൻ തന്നെ ഫുഡിനുള്ള 2 പാത്രമുണ്ട്, ഒരു ഫുഡും ഒരു വെള്ളത്തിന്റെയും. അപ്പൊ ഇത് രണ്ടും മാറി മാറി അവൻ അറിയാം വെള്ളം എവിടെ ഇരിക്കുന്നത്. അവിടെ വന്ന് വെള്ളം കുടിക്കും. അതെ അതെ അതെ. ആ ഫുഡ് തന്നെ കഴിച്ചോളൂ. ഒരു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുക. രാവിലെ 2 പൊറോട്ട, പിന്നെ വൈകുന്നേരം അവരെല്ലാം കഴിക്കും. ആപ്പിളൊക്കെ കഴിക്കും. ഫുഡുകൾ 3 നേരം കൊടുക്കും. രാവിലെയും കൊടുക്കും, ഉച്ചയ്ക്ക് അല്ല 2 നേരം ഉണ്ട്. ആദ്യം 3 ആയിരുന്നു, പിന്നെ 2 ആക്കി. രാവിലെ പൊറോട്ട, പിന്നെ അതിന് ചിക്കന്റെ ലെഗ് ഒക്കെ രാവിലെ വെച്ച് കൊടുക്കും. അതിങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കും. പിന്നെ രാത്രി ആകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചിക്കന്റെ എന്തെങ്കിലും പീസുകളോ അൽഫാം ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ ലെഗും കാര്യങ്ങളും അതൊക്കെ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ജ്യൂസ് ഒക്കെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചു. ഇവര് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല നല്ല വെജിറ്റബിളും ഒക്കെ ഫുഡിന്റെ കൂട്ടത്തിൽ പപ്പായ, മത്തങ്ങ. മെയിൻ ആയിട്ട് എന്താണെന്നറിയോ, എപ്പോഴും നമ്മുടെ കയ്യെ കയറിയിട്ട് ഇങ്ങനെ കടിക്കുന്ന പോലെ വരും. നമ്മൾ ആരെ പിടിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് കടിക്കുന്ന പോലെ വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുറിയും. കുഴപ്പമില്ല, അവൻ കളിക്കുന്ന സിറ്റ് ഇരിക്കുന്നതൊന്നും അവൻ ചെയ്തില്ല. ഇരിക്കാനോ നിൽക്കാനോ അറിയത്തില്ല. ഫുഡ് കൊണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പം ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം ഫസ്റ്റ് നമുക്ക് ഇവനെ ഒന്ന് ഫ്രീ ആയിട്ട് ലീഷെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ
ഹീൽ വർക്ക് എന്ന് പറയും. സാധനം വലിച്ചോണ്ട് പോകും, അടിക്കറും പോവല്ലേ, അതെ, അതെ. അത് നമുക്ക് വലിച്ചോണ്ട് ഫ്രീ ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ലീഷർ വരണം. ഞങ്ങളെയാണ് വലിച്ചോണ്ട് പോകുന്നത്. അതായത് ഇവ പോകുന്നതനുസരിച്ചിട്ടാണ് ഞങ്ങളെ ലീശ് പിടിച്ചോണ്ടിങ്ങനെ പോകുന്നത്. അതൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പഠിക്കുന്നത് നമ്മൾ സിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡൗണിൽ നിന്ന് അപ്പ്, സിറ്റ് പറഞ്ഞിട്ട് സ്റ്റേ. അത് നമ്മൾ മാറി കുറച്ച് സമയം അറ്റാക്ക് പഠിപ്പിക്കും. അറ്റാക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഡോൾ എല്ലാ ഡോവും അറ്റാക്ക് ചെയ്തില്ല. ഇവനൊക്കെ അറ്റാക്ക് ചെയ്യുക. ഞാൻ അറ്റാക്ക് ചെയ്യുന്ന ഫോട്ടോ അതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഡൗട്ട് ചോദിക്കുവാണേ, നമ്മളിങ്ങനെ ഈ പട്ടീനൊക്കെ ഇവിടെ ട്രെയിനിങ്ങിന് വരുമ്പോ നമ്മളെ മറന്നെങ്ങനെ പോവാന്ന് ഇവൻ? ഒരിക്കലും മറന്നു പോകത്തില്ല. ഡോഗ് എപ്പോഴും ഞാൻ എന്റെ അകത്തെ മാസ്റ്ററെ ഒരിക്കലും മറക്കത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തോളം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തോ അതുവരെ എനിക്ക് പുള്ളി ഭയങ്കര ലോഹി ആയിരിക്കും. നിങ്ങളെ കണ്ടുവരുമ്പോൾ ഞാൻ എന്നെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഇവൻ നോർമലി അടിക്കുകയൊക്കെ ചെയ്യുക? അടിയില്ല. എന്റെ ഒരു ബിസ്ക്കറ്റ് ഇടുന്നുണ്ടല്ലേ, ഫീഡ് കൊടുത്ത് തന്നെ പഠിക്കും. കാരണം എന്നാലേ നമ്മൾ ഫ്രണ്ട്ലി ആവുള്ളൂ. ഞാൻ എന്റെ ഒരു പരിപാടി തന്നെ 2 ദിവസം കൊണ്ട് നടന്ന് കറക്കി ബിസ്ക്കറ്റ് കൊടുത്ത് എന്റെ ദേഹത്തൊക്കെ തലോടി ഒക്കെ എന്നാ പറയുന്നത്, അതിനെ നമ്മൾ ഉപദ്രവിക്കാനല്ല എന്നുള്ള ഫീല് അതിനുണ്ടാവണം. ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും അടുക്കുള്ളൂ. അങ്ങനെ പഠിക്കുക. പണ്ടത്തെ അടിച്ചു പിടിപ്പിക്കുന്ന നീ പേടിക്കണ്ട, നിന്നെ അടിക്കും തല്ലൊന്നും ചെയ്യത്തില്ല കേട്ടാ. അടിച്ചു പഠിക്കുന്ന ഡോഗിനെ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാവും ആ ഡോ എൻട്രിയിൽ എങ്ങനെ പെരുമാറുന്നത്. എൻട്രിക്ക് അടുക്കത്തില്ല. നേരെ മറിച്ച് ഞാൻ നല്ല സ്നേഹത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് എൻട്രിക്കൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക. ഇവനെ ട്രെയിനിങ് ആണ് കേട്ടാ. നമ്മുടെ നാറൂട്ടോട് അത്ര പ്രായമുള്ള ജർമ്മൻ കടിക്കുന്നില്ല. അടിപൊളി. ഇത് കടിക്കുന്നില്ല. ചേട്ടൻ ഇപ്പൊ നമ്മുടെ ജർമ്മന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പഠിപ്പിച്ച് എന്തൊരു സാധനം ക്ഷയിക്കാനൊക്കെ കൊടുത്ത്. ഓ 2 കയ്യിലും. വിഷയം നമ്മുടെ നറൂട്ടോ ഇങ്ങനെ നിക്കോ കിടന്ന്. ഓ പൊളി പൊളി. ലീശ് ഇല്ലാണ്ട് നടക്കുന്നുണ്ടോ ഗൈസ്? ലീശ് ഇല്ലാണ്ട് അവൻ ഇരുന്ന് സ്റ്റേ പറഞ്ഞേ. എന്റെ മോനെ ചേട്ടൻ വിഷയാണല്ലോ. അവൻ ഇരുന്ന് സ്റ്റേ അടിച്ചു. കിടന്ന് ഡൗൺ എന്ന് പറഞ്ഞത് സ്ലീപ്പ്. കിടത്ത് ഉറക്കിയാണ്. ഓ പൊളി കേട്ടാ. കഴിച്ച അടുത്ത് ഇവരെയാണ്. ഓ ഇവൻ ഇത്തിരി ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. സൗണ്ടിൽ വ്യത്യാസം. സ്റ്റേ അപ്പ്, സിറ്റ്, സ്റ്റേ ഡൗൺ, Jasper down, stay, rest, sleep, stay, roll. പൊളിയേ. ഇതാണ് അറ്റാക്ക് ചെയ്യണ പഠിപ്പിച്ചത്. ഒറ്റ ഓട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ട്രോഫി കച്ചവടം ഉണ്ടെന്ന് തോന്നത്തുള്ളൂ. അത്രക്ക് ട്രോഫി കേട്ടോ ഇവിടെ. പിള്ളേരാണല്ലേ ചേച്ചി? ഇതിന്റെ ചേട്ടന്റെ വൈഫാണ് കേട്ടോ. ചേച്ചിയുടെ പേരെന്താ? ശ്രീകുമാരി. ഓക്കെ. സംഭവങ്ങൾ ചേട്ടനും കുറെ അവാർഡ് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അതും പിള്ളേരുടെ സാധനമുണ്ട്. മൊത്തത്തിൽ കുറെ അവാർഡായി. വേറെ ഇതേപോലെ അറ്റാക്കിങ് പഠിപ്പിക്കുന്ന സാധനം കേട്ടോ. ഓ
സീൽ. ചേട്ടൻ വല്ല ബോംബൊക്കെ പിടിപ്പിച്ചോണ്ടാ ഡോഗ്സിനെ കൊണ്ട്? അങ്ങനല്ല, ചേട്ടന്റെ നേതൃത്വത്തിൽ. ഞാൻ കോട്ടയം ഡോസ് സ്ക്വാഡ് ഇന്ത്യ എന്ന് പറയുന്ന ആള് ബോംബ് പൊതുവെ നമ്മുടെ ഇവിടെ കുറവല്ലേ, അങ്ങനെയുള്ള ഇത് കിട്ടുന്നില്ല. നേരെ വെച്ച് മോഷണം, കൊലപാതകം അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മുടെ ഇടുകൾ പിന്നെ സമയത്ത് ഏത് പട്ടികളൊക്കെയാണ് ഈ മോഷണ കൊലപാതകം? അതിന് നമ്മുടെ ലാബ് ജർമ്മൻ ഷെപ്പേർഡ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ബെൽജിയം മെൽമൻസാണ്. ബെൽജിയം മെൽമൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഡോഗ്സിൽ ഏറ്റവും പൊളി ഡോഗ് ഏതാ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഇതിലും നമുക്ക് ബെൽജിയം മെൽനോയ്സ് നല്ല ഡോഗാണ്. നല്ല എന്നാ പറയാ, നല്ല സ്റ്റാമിനയാണ്, നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യും, നല്ല ഡോഗായി. ഗായ്സ്, നമ്മുടെ ദിലീപിന്റെ പടമല്ല റിംഗ് മാസ്റ്ററിനകത്ത്, അതിനകത്ത് ബ്രോ പഠിപ്പിച്ച ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ഏത് ഡോഗായിരുന്നു? ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ? ഓ പൊളി. നറുട്ടോ, അപ്പതേ ഞങ്ങൾ പോയിട്ട് വരാം. അടിപൊളി ചെറുക്കനായിട്ട് ഇരിക്കണം കേട്ടാ. ഓക്കെ. ഇവനെ കൊണ്ടുള്ള വേറെ ശല്യങ്ങൾ തന്നെ ഉള്ളത്. വേറെ ആളെന്ന് പറയാം, ഇപ്പൊ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടിയൊക്കെ ചിലപ്പോ അവൻ തോന്നി കഴിഞ്ഞാൽ വണ്ടിയെ ചിലപ്പോ ഒന്ന് സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാടി കയറുന്നല്ലേ? വണ്ടി അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പം കുറച്ച് കമാൻഡ് അവിടെ ഉപയോഗിക്കും. ആ കമാൻഡുകൾ നമ്മൾ അവിടെ ചെന്നാലും ഉപയോഗിക്കണം. ഉപയോഗിച്ചപ്പോൾ നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യരുതാത്താന്ന് മനസ്സിലാവും. നോ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുതാത്ത കാര്യമാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പോകുന്നതിന് മുമ്പ് അതിന് മനസ്സിലായിരിക്കും അത്. അപ്പൊ അങ്ങനെയുള്ള കമാൻഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ചെയ്യരുതാത്താണ്. ഓക്കെ, ചെയ്യുന്നതാണ് നമ്മൾ ഹാപ്പി മൂഡ്. ചെയ്യരുതാത്താണ് നമ്മളും വഴക്ക് കൃത്യമായിട്ട് പറയണം. അടിക്കൊന്നും വേണ്ട, നല്ല നമ്മുടെ സൗണ്ട് ഒന്ന് ഘടിപ്പിച്ചാൽ മതി. സൗണ്ട് ഒന്ന് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് അറിയാതെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ പോവാ കേട്ടാ. അപ്പൊ നല്ല കുഞ്ഞായിട്ട് ഇവിടെ ഇരിക്കണേ. അതിന്റെ സ്മെല്ലൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് എന്തായാലും വരാം. അതിന്റെ ഇടക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വരാൻ കേട്ടാ. ഓക്കെ, ഞാൻ പോയിട്ട് വരാവേ. നല്ല മോനായിട്ട് പഠിക്കണേ കേട്ടോ. നല്ല മോനായിട്ട് ഇരിച്ചണം കേട്ടാ. കേട്ടോ കേട്ടാ കേട്ടാ. ബൈ ബൈ നറുട്ടോ, ബൈ ബൈ. പോവാണ് ഞങ്ങള്. നറുട്ടോ, എടാ പോയിട്ട് വരാം കേട്ടാ. ബൈ ബൈ ബൈ, പോയിട്ട് വരാം. കാണാതിരുന്ന് സങ്കടമായി കഴിഞ്ഞാണല്ലോ നേരെ ഇങ്ങനെ മുകളിലോട്ട് പോകും. ചെടിയൊന്ന് കടിക്കും. പോവാ, നല്ല കുഞ്ഞായിട്ടിരിക്കണം കേട്ടാ. ഞാനൊരു 10-15 ദിവസം കഴിഞ്ഞ് വരാം കേട്ടാ. ബൈ ബൈ, ലവ് യു ബ്രോ, ടേക്ക് കെയർ, മിസ് യു. അപ്പൊ ഗൈസ്, എന്തായാലും രണ്ടുപേരെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ചെറുക്കനെ കയ്യിലോട്ട് വന്നിരിക്കുവാണ്. പൊന്നുപോലെ നോക്കിയേക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി പോയിട്ട് വരാം.